ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖുന കാന്തപുര ഉസ്താദൊക്കെ ചാനലുകളിൽ വടിച്ചയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ധീരമായി ഒരു കാര്യം പറഞ്ഞു. ഇതുവരെയും ഒച്ചാനിച്ച് നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. മടവൂരടക്കം, ഹുസൈൻ മടവൂരടക്കം മറ്റ് പല ഉസ്താദൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിളെടുത്ത് കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന്. ഇന്നും അത് ചർച്ചയാണ്, ഇന്നും ഒരു ചർച്ചയാണ്. ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പിറകെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് ഈർഷ്യത വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി പരമാവധിക്കപ്പുറം ലഭ്യമായി, അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ ചോദിച്ചു വാങ്ങി, എരന്ന് സ്വീകരിച്ചു. സർവരും അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ ഞാനതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത്. നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു, ആര് ക്രൗര്യം കാണിച്ചാലും നമ്മളത് സമത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. KSRTC ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകും. വനിതാ കണ്ടക്ടറുള്ള KSRTC ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട്. വനിതാ കണ്ടക്ടറുള്ള ബസ്സിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണു മാത്രമേ ഇരിക്കാവൂ. ഈ രാഷ്ട്രീയ നേതാവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. എവിടെയാണ് സമത്വം? ആരാണ് ഈ സമത്വത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? സെക്രട്ടറിമാരെ പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി? എല്ലാം സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത്. ഉസ്താദ് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ്. ഒരു സംഗീത് ചാനലുണ്ട്, ഏഷ്യാനെറ്റ് എന്ന പേരിൽ. ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ്. മദ്യപ്പുഴയും ഹൂറികളും എന്നായിരുന്നു. മദ്യപ്പുഴയും ഹൂറികളും ഇതുമായി